ലെബനാനിലേക്കാണ്. ഏറെ ദിവസത്തിന് ശേഷം ലെബനാനിൽ ശാന്തി വിളയാടാൻ പോവുകയാണ് എന്ന വാർത്തകളാണ് വരുന്നത്. 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്രംപ് അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ അതുപോലെ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 9 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു, ഇത് ഞാൻ അവസാനിപ്പിക്കുന്ന 10ാമത്തെ യുദ്ധമായിരിക്കും എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലെബനാൻ പ്രസിഡൻറ്റും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് നടത്തിയ ചർച്ചയിൽ, താൻ മധ്യസ്ഥം വഹിച്ച ചർച്ചയിൽ കൂടിയിട്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ്, താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നാണ് ട്രംപ് പറയുന്നത്. അതോടൊപ്പം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നിരുന്നത്. ഈ 10 ദിവസമാണ് നമുക്കറിയാവുന്ന പരീക്ഷണകാലം. നിലവിൽ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ലെബനാനിലെ ഈ വെടിനിർത്തൽ ഇറാനിനും കൂടിയിട്ട് വളരെ നിർണായകമാണ്. അതിലെന്തെങ്കിലും സംഘർഷമോ വീണ്ടും വെടിനിർത്തൽ ലംഘിക്കുന്ന വിധത്തിലുള്ള ഇടപെടലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാനുമായുള്ള ചർച്ചകൾ കൂടിയിട്ട് വഴിമുട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇതിലേക്കാണ് ജിമ്മി, ലെബനാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഇറാൻ അടക്കം ഇതിനെ സ്വാഗതം ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ പറയുന്നത് ഇറാനിലും ലെബനാനിലും താൽക്കാലികമായ ഒരു വെടിനിർത്തലല്ല, ഒരു സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷം എല്ലാ കാലത്തേക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അവർ ആഗ്രഹിക്കുന്നതെന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. പാകിസ്ഥാനും ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കാണുന്നത്? ഈ ഹിസ്ബുള്ള ഈ വെടിനിർത്തലിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്കറിയില്ല. എന്തായാലും 10 ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറയുന്നു. ട്രംപ് പറഞ്ഞാണ് അങ്ങനത്തെ തമാശ. 9 യുദ്ധങ്ങൾ ഞാൻ നിർത്തി, എൻ്റെ 10ാമത്. ഈ ദിലീപിൻ്റെ ഒരു സിനിമയിൽ നമ്മൾ ഈ പാലാരിവട്ടത്തുണ്ടാക്കിയ ബ്ലോക്കിൻ്റെ അത്രയും ബ്ലോക്ക് ആയില്ല എന്ന് പറയുന്ന ഒരു കഥയുണ്ടല്ലോ, അതുപോലെയാണിത്. ഇയാൾ തുടങ്ങി വെച്ച യുദ്ധങ്ങളുടെ കണക്കും ഇയാൾ നിർത്തിയ യുദ്ധങ്ങളുടെ കണക്കും നോക്കിയാൽ ഇത് ഏതാണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ട്രംപിൻ്റെ സെൻസും സെൻസിബിലിറ്റിയൊക്കെ നമ്മൾ വിട്ടുകൊണ്ട് ഇനി ഇയാൾ പറയുന്നതിലൊന്നും പ്രസക്തിയില്ല. പക്ഷേ ഇറാൻ ആവശ്യപ്പെട്ട ഹിസ്ബുള്ളക്കെതിരായ യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞത് നടന്നിരിക്കുന്നു എന്നുള്ളതിനകത്തൊരു പോസിറ്റീവ് സാധനമാണ്. അതാണ് ഇതിനകത്തെ. ബാക്കിയെല്ലാം മാറ്റി ട്രംപ് യുദ്ധം നിർത്തിയില്ലയോ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇറാൻ ആവശ്യപ്പെട്ട ഒരു സാധനം കൂടി ഈ അടുത്ത ചർച്ചയ്ക്ക് മുമ്പ് നടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ സാധനമാണ്. പക്ഷേ ഈ യുദ്ധം അവസാനിക്കോ ഇല്ലെന്നുള്ളതിന് ഇതിനുമായിട്ടൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇപ്പം ഹോർമൂസ് സ്ട്രൈറ്റിൽ നടക്കുന്നത് എന്താണ്? ഒരു ചെക്ക് പോസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ 2 ചെക്ക് പോസ്റ്റായി. ഹോർമൂസ് സ്ട്രൈറ്റിൽ ഇറാൻ്റെ ഒരു ചെക്ക് പോസ്റ്റ്, അതിൻ്റെ വെളിയിൽ അമേരിക്കയുടെ ഒരു ചെക്ക് പോസ്റ്റ്, 2 ചെക്ക് പോസ്റ്റുകളുടെ അവസ്ഥയിലേക്ക് വന്നു. ഒരൊറ്റ കപ്പലും പോകുന്നില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ. ഇറാൻ വിടാൻ തീരുമാനിച്ചാൽ അമേരിക്ക വിടണമെന്നില്ല, അമേരിക്ക വിടണമെന്ന് തീരുമാനിച്ചാൽ ഇറാൻ വിടണമെന്നില്ല. ഈ സാഹചര്യത്തിൽ ഏതാണ്ട് 450 കപ്പലുകൾ, അതിൽ ബഹുഭൂരിപക്ഷവും എണ്ണ ടാങ്കറുകളാണ്, അതവിടെ കുടുങ്ങിയാണ്. ഒരു കപ്പൽ, പാകിസ്ഥാൻ കൂടിയുള്ള ഒരു കപ്പൽ, ഈ നമ്മൾ സംസാരിക്കുന്നതിന് ഒരു 5-6 മണിക്കൂർ മുമ്പ് ഹോർമൂസ് കടലിലേക്ക് വഴി കടന്നുപോയി. അതാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ച ഒരേ ഒരു സാധനം. പാകിസ്ഥാൻ്റെയാണ്. ഈ വെടിനിർത്തലിൽ നിർണായക ശ്രേയമുള്ള രാജ്യത്തിൻ്റെയാണ്. അവരുടെ ഒരു കപ്പൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നമെല്ലാം പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്. എണ്ണവില തൽക്കാലത്തേക്കൊന്നും കുറഞ്ഞു എന്നല്ലാതെ ആ പ്രശ്നമൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നും അവസാനിച്ചിട്ടില്ല. ഹോർമൂസ് കടലൊക്കെ എങ്ങനെയാണ്, നമ്മൾ ഒരാഴ്ച മുമ്പ് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, അമേരിക്ക യുദ്ധം ചെയ്യുന്നില്ല. അതാണ് ഇതിനകത്ത് സ്ഥായിയായ ഒരു കാര്യം. ഹോർമൂസ് കടലൊക്കെ തുറക്കാനുള്ള അമേരിക്കയുടെ പദ്ധതി, ഒരു പുതിയ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഇന്ന് ഏതാണ്ട് 100ലധികം രാജ്യങ്ങളുടെ ഈ ഹോർമൂസ് കടലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓൺലൈൻ യോഗം നടക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതുകൊണ്ട് അവിടെയും അമേരിക്കയ്ക്ക് മുകളിലാണ് പ്രഷർ ഇറാനേക്കാളും. അപ്പോൾ ഇറാൻ്റെ ആവശ്യങ്ങൾ ഭാഗികമായെങ്കിലും അംഗീകരിക്കേണ്ട ഒരു ആവശ്യം അമേരിക്കയ്ക്ക് വന്നു ചേരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നടക്കുന്നത്. പക്ഷേ ട്രംപാണ് എന്തും സംഭവിക്കാം. ട്രംപ് മാത്രമല്ല, ഇപ്പോൾ ഈ അബ്സഡിറ്റ് പറയുന്നതിൽ മാർക്കോ റൂബിയോ തന്നെയാണെന്ന് തോന്നുന്നു. അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട്, പീറ്റ് ഹെക്സിറ്റ് ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് യുദ്ധമാണ്, വാളാണെന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അത് പൾപ്പ് ഫിക്ഷൻ എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗാണ്. ബൈബിളോട് തന്നെ ബന്ധമൊന്നുമില്ല. ഇങ്ങനെ പറയുന്നത് മുഴുവൻ വിവരക്കേട്ടുള്ള മന്ദബുദ്ധികളുടെ ഒരു കൂട്ടം. സൈക്യാട്രി അസോസിയേഷൻ വെറുതെ അല്ല ട്രംപിൻ്റെ തല പരിശോധിക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അങ്ങനൊരു ടീമാണ്. അതായത് TV ഹോസ്റ്റുകളെയും ഈ കച്ചവടക്കാരെയും രാജ്യം ഏൽപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് അമേരിക്കയിലെ ഇപ്പോൾ പ്രധാനപ്പെട്ട വാദം. അതായത് അവരുടെ സൈന്യത്തിൻ്റെ മന്ത്രി, പഴയ ഒരു ചെറിയ പട്ടാളക്കാരൻ, അയാൾ അത് ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു മേജറോ കമാൻഡറോ അത്രേ ഉള്ളൂ. അയാൾ പിന്നെ TV ഹോസ്റ്റായി, ഫോക്സ് ന്യൂസിൻ്റെ ആണെന്ന് ഹോസ്റ്റായി, അത് കഴിഞ്ഞ് മന്ത്രിയായി. ഒരു തരത്തിലുള്ള ബോധവും ബുദ്ധിയും ഇല്ലാതെ ഹോർമൂസ് കടലുകൾക്ക്, തുറന്നു കിടന്ന ഹോർമൂസ് കടലുകൾക്ക് വീണ്ടും തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയായിട്ടൊക്കെ നിൽക്കുകയാണ്. എൻഡ് ഓഫ് ദ ഡേ ഇഷ്യൂ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇറാൻ പറഞ്ഞ ഒരാവശ്യം അംഗീകരിക്കപ്പെട്ടു, ഒരാവശ്യം കൂടി അംഗീകരിക്കപ്പെട്ടു, എന്നിട്ട് ചർച്ച കണ്ടറിയണം ഇനി എന്ത് നടക്കുന്നുള്ളത്. ദാവൂദ് സാഹിബ്, ഇപ്പോൾ ട്രംപ് ഇതിൽ വേറെ കൂടിയിട്ട് പറയുന്നുണ്ട്, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും
സമാധാനപരമായ ഇടപെടൽ കൂടിയിട്ടുണ്ടാകണം, അവരത്തരത്തിലൊന്ന് വഴങ്ങേണ്ടി വരുമെന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. ശരിക്കും ഇറാൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്കുള്ള വിജയം കൂടിയിട്ടല്ലേ ഇതിന്? അല്ല, ഈ വെടിനിർത്തൽ ലെബനാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായി ഇറാൻ്റെ വിജയമാണ്. കാരണം അവരുടെ ഡിമാൻഡായിരുന്നു എന്ത്, ഈ വെടിനിർത്തലിൻ്റെ പരിധിയിൽ ലെബനൻ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ആ നിലയ്ക്ക് വെടിനിർത്തൽ ഇസ്രായേലും ലെബനനും ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടു എന്നുള്ളത് ഇറാൻ്റെ വിജയമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ലെബനനും ഇസ്രായേലും തമ്മിലല്ല യുദ്ധം നടക്കുന്നത്. യുദ്ധം നടക്കുന്നത് ഇസ്രായേലും ലെബനനിലെ ഒരു പാർട്ടിയായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ള ഹിസ്ബുള്ളയും തമ്മിലാണ്. ഹിസ്ബുള്ള ഈ സീസ്ഫെയർ ഇതിൽ അവർ ഭാഗമല്ല. ഈ ലെബനനെ പ്രതിനിധീകരിച്ച് ലെബനൻ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റുമാണ് പങ്കെടുത്തിട്ടുള്ളത്. പ്രസിഡന്റ് പങ്കെടുത്തില്ല, പ്രസിഡന്റ് എന്താണ് പിന്നെ ഓതറൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഹിസ്ബുള്ളയ്ക്ക് മേൽ ലെബനന് എന്താണ് അധികാരമുള്ളതെന്നൊരു പ്രശ്നമുണ്ട്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ലെബനനിലൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അവർക്കൊരു മിലീഷ്യയുണ്ട്. അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ച ആളുകൾ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെബനൻ്റെ ഔദ്യോഗിക സൈന്യം LAF ലെബനീസ് ആംഡ് ഫോഴ്സ്, ലെബനീസ് ആംഡ് ഫോഴ്സിലെ സൈനികർക്ക് ലഭിക്കുന്നതിനേക്കാൾ മികച്ച ശമ്പള സ്കെയിലാണ് ആരുടേത്? ഹിസ്ബുള്ളയുടെ സൈനികർക്കുള്ളതെന്നുള്ളതാണ്. അതും ലെബനീസ് സൈന്യത്തെക്കാൾ മികവുള്ള സൈന്യമാണ് ഹിസ്ബുള്ളയുടെ സൈന്യം എന്ന് പറയുന്നത്. ലെബനീസ് സൈന്യത്തെക്കാൾ മികച്ച ആയുധ ശേഖരങ്ങളുള്ള സൈന്യമാണ്. അവർക്ക് എയർഫോഴ്സ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ നിലയിലും ലെബനീസ് ആംഡ് ഫോഴ്സിനേക്കാൾ പ്രൊഫഷണലി എക്യുപ്മെൻറ്റ് വൈസ് ഡിവൈസ് വൈസ് എല്ലാം മികച്ചു നിൽക്കുന്ന ഒരു സംഘമാണ്. അപ്പോൾ അതുകൊണ്ട് ഹിസ്ബുള്ളയോട് നിങ്ങൾ ഡിസാം ചെയ്യണം അല്ലെങ്കിൽ ആയുധം താഴെ വെക്കണമെന്ന് പറയാനുള്ള കപ്പാസിറ്റി ആർക്കില്ല, ലെബനൻ്റെ ഔദ്യോഗിക സേനയ്ക്കില്ല. അതൊക്കെ മേലെ നിൽക്കുകയാണ്. രണ്ടാമത്തെ ചരിത്രം നമ്മൾ കാണേണ്ട കാര്യം, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 1948 മുതൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഇസ്രായേൽ അധിനിവേശം ചെയ്ത ഒരു ഭൂമിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കരാറുമില്ലാതെ സൈനിക തിരിച്ചടിയെ തുടർന്ന് മാത്രം ഇസ്രായേൽ പിൻവാങ്ങുന്നത്, ഡീകോളനൈസ് ചെയ്യുന്നത്. അതെവിടെയാണ്? ലെബനനാണ്. 1983 മുതൽ അവർ സദേൺ ലെബനാൻ എന്ന് പറഞ്ഞാൽ ലിഥാനി റിവർ എന്ന് പറഞ്ഞ ആ പുഴയുടെ ഇപ്പുറമുള്ള പ്രദേശം മുഴുവൻ അവർ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ 2000-ൽ അവർക്ക് മടങ്ങിപ്പോരേണ്ടി വന്നു. കാരണം ഹിസ്ബുള്ളയായിട്ടുള്ള ഈ സ്റ്റാൻഡ് ഓഫ് അത് കോസ്റ്റ്ലിയാണ്, അത് വലിയ നഷ്ടമാണ്, നമ്മുടെ രാജ്യത്തിന് അത് സഹിക്കാൻ പറ്റില്ല, പട്ടാളക്കാർ നഷ്ടപ്പെടുന്നു കണ്ടിട്ട് അവരവിടുന്ന് തിരിച്ചു പോകും. അതിന് വലിയ കഥയാണത്. അവിടെ SLA എന്ന് പറഞ്ഞിട്ട് സദേൺ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട് ഈ സദേൺ ലെബനാനിലുള്ള മാരണൈറ്റ് ക്രിസ്ത്യൻസിനെ ഉൾപ്പെടുത്തി ഇസ്രായേൽ അവിടുത്തെ ഒരു സൈന്യം രൂപപ്പെടുത്തിയിരുന്നു. അവരോട് പോലും പറയാതെയാണ്, ഇപ്പോൾ കാബൂളിൽ നിന്ന് അമേരിക്കൻ സൈന്യം പോയ അതേ മട്ടിലാണ്, അവരോട് പോലും പറയാതെയാണ് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയത്. എന്നിട്ട് ഈ സാധുക്കളുണ്ടല്ലോ, ഈ SLAയുടെ ആളുകൾ കുടുംബത്തോടൊപ്പം വണ്ടിയെടുത്ത് ഇസ്രായേലിലേക്ക് മണ്ടിപ്പോകുന്നതാണെന്ന് പറയുന്നത്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രതികാര നടപടികളുണ്ടാകുമെന്ന് ഭയന്നതുകൊണ്ട്. അപ്പോൾ അത്രയ്ക്കും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൈനിക പരാജയം കാരണം അവർ ഒരു പ്രദേശത്ത് നിന്ന് പിൻവാങ്ങുന്നത്. സദേൺ ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തെ തുടർന്നാണ്. അപ്പോൾ ആ ഒരു ലെഗസി അവിടെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒക്ടോബർ 7 ശേഷം ഉണ്ടായുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയെ സമ്പൂർണ്ണമായിട്ട് നിലംപരിശാക്കിയെന്ന് ആണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. പക്ഷേ അവരുമായിട്ടാണ് ഈ വർഷം വീണ്ടും യുദ്ധം ചെയ്തത്. അവരുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ന്യൂയോർക്കിൽ സീസ് ഫയർ ടോക്ക് നടക്കുന്നു, സീസ് ഫയറിലെത്തുന്നു. സോ ഫാർ സോ ഗുഡ്. അത്രയും ഇതിൽ എഗൈൻ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ലെബനൻ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേലും തമ്മിൽ ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ല. ഇസ്രായേലിൻ്റെ അതിർത്തി രാജ്യങ്ങളിൽ ഇസ്രായേലിന് ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് സിറിയയും ലെബനനും. അപ്പോൾ അങ്ങനെ ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു രാജ്യവുമായിട്ട് അവർ ഒഫീഷ്യൽ ടോക്ക് എത്തുകയും അതൊരു സീസ് ഫയറിലെത്തുകയും ചെയ്യുമെന്ന് പറയുന്നത് വേറെ നിലയ്ക്ക് ലെബനനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സിഗ്നേച്ചർ, അവരുടെ ഒരു ഐഡൻറ്റിറ്റി അംഗീകരിക്കപ്പെട്ട ഒരു സന്ദർഭം കൂടെയാണ്. അതർവൈസ് നോക്കൂ, ലെബനൻ എന്ന് പറയുന്ന ഞാൻ ഇന്നലെ പറഞ്ഞു, ഇസ്രായേലിനെ സംബന്ധിച്ച് മൂക്കിൽ വലിച്ചു കയറ്റാൻ മാത്രമുള്ള ഒരു ദുർബലമായ പരവശയായ ഒരു രാജ്യമാണ്. അതിൻ്റെ എക്കണോമി വളരെ ദുർബലമാണ്, അതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ വളരെ ദുർബലമാണ്. എല്ലാ നിലക്കും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ യുദ്ധം, അതിനു മുമ്പുണ്ടല്ല ബൈറൂത്ത് തുറമുഖത്ത് നടന്നുണ്ടായിട്ടുള്ള വലിയ സ്ഫോടനമുണ്ട്. അതെല്ലാം കൂടെ ആ രാജ്യം പരവശയായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലിന് വേണമെങ്കിൽ കയറി എങ്ങനെയും നിരങ്ങാവുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു രാജ്യത്ത് നിങ്ങൾ ഈ പറയുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം, യുദ്ധം നിർത്തണം എന്ന ഇറാനിയൻ ഡിമാൻഡ് അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മൊത്തത്തിൽ ഈ ഏർപ്പാട് നിർത്തി പോകാം, പരിപാടി എങ്ങനെ പാക്കപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായി ആശ്വാസകരമാണ്. മിഡിൽ ഈസ്റ്റ് സമാധാനത്തിലേക്കാണ് പോകുന്നത് എന്നൊരു ആഗ്രഹ ചിന്ത പങ്കുവെക്കാവുന്നൊരു സന്ദർഭമാണിത്. യെസ്, ലെബനാനിലെ ഈ 10 ദിവസത്തെ വെടിനിർത്തൽ അതേ രീതിയിൽ തന്നെ തുടർന്ന് പോയാൽ മാത്രമാണ് ഇറാനിലും സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം.